മഹാലക്ഷ്മി സീരിയലിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയെയും കരുണയെയും എല്ലാം കൂട്ടിക്കൊണ്ട് തന്നെ മോഹിനിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ എത്തുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ മോഹിനിയെ അതീവ സുന്ദരിയാക്കി തന്നെ ഒരുക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാണുന്ന കരുണയ്ക്കാണെങ്കിൽ വളരെ കലിയടങ്ങാനാവാതെ നിൽക്കുകയാണ്. അങ്ങനെ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, രണ്ട് പെൺമക്കളും അമ്മയുടെ അരികിൽ വന്ന് നിന്ന് ആ കേക്കെല്ലാം കട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ച് മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെയാണ് കരുണ മോഹിനിയുടെ അരികിൽ വന്ന് നിൽക്കുന്നതും ആ കേക്ക് കട്ട് ചെയ്യുന്നതും ഒക്കെ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിക്കും അതുപോലെ പ്രതാപനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, നടക്കാൻ കഴിയുന്നവൻ്റെ നാടകം കണ്ടില്ലേ അമ്മ. ഇത് കേൾക്കുമ്പോൾ അമ്മയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, നടക്കാൻ കഴിയുമെന്ന് രഹസ്യമായിട്ട് പോലും മോൻ പറയല്ലേ. നമ്മുടെ കുഞ്ഞിതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നിന്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ കെട്ടിത്തൂങ്ങി ചത്ത് കളയുമെന്ന് പറയാണ്. അങ്ങനെ മോഹിനി എല്ലാവർക്കും കേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് മോഹിനിയോട് ആ പാൽപ്പായസം എടുത്ത് എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, പായസം കൊടുക്കുമ്പോഴേ ആദ്യം തന്നെ കരുണയുടെ മുത്തശ്ശിക്കും അച്ഛനും കൊടുക്കുക, അവർ കുടിച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കുടിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഞങ്ങൾ തന്നെ ആദ്യം കുടിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ നടക്കുന്ന കോപ്രായങ്ങളെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് പാൽപ്പായസം കുടിച്ച പ്രതീതി തന്നെയാണെന്ന് മുത്തശ്ശി കണ്ണനോട് പറയുന്നു. അങ്ങനെ പായസം എടുക്കാനെല്ലാം മോഹിനിയും മഹിയും പോകുന്നു. ഇതെല്ലാം കണ്ട ദേഷ്യത്തോടെ കരുണയാണ് അകത്തേക്ക് പോവുകയാണ്. ശേഷം മുത്തശ്ശിയാണെങ്കിൽ കണ്ണനോട് വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മോനോടൊരു അപേക്ഷയുണ്ട്, ഒരിക്കലും അവളുടെ മുന്നിൽ കൂടി നടക്കരുത്. അപ്പോൾ പ്രതാപനും പറയുന്നുണ്ട്, കണ്ണൻ മോൻ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ അനുസരിച്ചോളാം, എൻ്റെ മകളുടെ മുന്നിൽ കൂടി കണ്ണൻ നടന്ന് കാണിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് പ്രതാപനും. പിന്നീട് പോകാനിറങ്ങുന്ന കരുണയോട് പ്രതാപനും മുത്തശ്ശിയും എന്ന് പറയുന്നുണ്ട്, എൻ്റെ മോള് വിഷമിക്കരുത്, മോളുടെ ഈ പ്രശ്നങ്ങളെല്ലാം അച്ഛൻ തന്നെ മാറ്റിത്തരാം, കുറച്ച് സമയം സാവകാശം അച്ഛന് തന്നാൽ മതിയെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇനി അച്ഛനെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പോൾ എനിക്ക് ഈ ജീവിതത്തോട് തന്നെ വെറുപ്പാണ്, ഇങ്ങനെ പോയാൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന കരുണയാണ് കാണിക്കുന്നത്. പിന്നീട് കമലേശ്വരം വീടിൻ്റെ മുറ്റത്തൊരു കാറ് വരുന്നുണ്ട്. അപ്പോൾ ദുർഗയാണെങ്കിൽ ആരാണെന്ന് എത്തിച്ചു നോക്കുകയാണ്. അതേസമയം കാറിൽ നിന്ന് ഇറങ്ങുന്ന മഞ്ജുവിനെയാണ് ദുർഗ കാണുന്നത്. അങ്ങനെ മഞ്ജുവിനെയും കൂട്ടി അകത്തേക്ക് വരികയാണ് കണ്ണനും മഹിയും. അതേസമയം ഡോറിനടുത്ത് തന്നെ നിൽക്കുകയാണ് ദുർഗ. അപ്പോൾ ദുർഗയെ കാണുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇവൾ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാകും, അതുകൊണ്ട് ഇവളുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു പ്ലാനും ഇവിടെ ആരും എടുക്കണ്ട, അങ്ങനെ വല്ല പ്രവൃത്തിയും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ അറിയുമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ദുർഗയാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജുവിനെ നോക്കുന്നുണ്ട്. അതേസമയം കരുണയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ആ കരുണ വന്നല്ലോ, ഇനി മഞ്ജുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത് കരുണയാണ്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും കരുണയോട് പറഞ്ഞാൽ മതി എന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയ്ക്കാകെ ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ അവരെല്ലാം അവിടുന്ന് പോയതിനു ശേഷം കരുണയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ അനുഭവിക്കാവുന്നതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി രണ്ടും കെട്ട് ഞാൻ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ദുർഗ ചോദിക്കുന്നു, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. കരുണ പറയുന്നുണ്ട്, അതൊന്നും അമ്മ ചോദിക്കേണ്ട, ഞാൻ പല കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ദുർഗ ചോദിക്കുന്നുണ്ട്, നീ കുഞ്ഞിനെ കളയാനുള്ള വല്ല പദ്ധതിയുമാണോ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്തായാലും മഞ്ജുവിൻ്റെ കുഞ്ഞിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ തന്നെയാണ് ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ എല്ലാ സന്തോഷങ്ങളും അവൾ അങ്ങനെ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട എന്ന് കരുണ പറയുമ്പോൾ ഇതെല്ലാം കേട്ട ഒരു അതിശയത്തോട് നിൽക്കുന്ന ദുർഗയാണ് കാണിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.